രേണുസുതിയാണേ. അല്ല, KHDC ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസേ, ഇക്ക താൻ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എന്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേട്ടന്റെ 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ്? തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എന്റെ പേര് രേണുസുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് കമന്റാണോ താൻ ഇടുന്നത്? അതെ, ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല, കേട്ടല്ലോ. എന്നാൽ ഒരു കല്യാണം കഴിച്ചാലോ എന്ന പോസ്റ്റിന് താഴെ ഫിറോസ് KHDCയുടെ ഒരു കമന്റായിരുന്നു ഇത്. അങ്ങനെ വല്ല തീരുമാനവും എടുക്കുകയാണെങ്കിൽ ആ വീട് തിരിച്ചു തരണേ, നമുക്ക് മറ്റാർക്കെങ്കിലും നൽകാമെന്ന്. ഇതിനെതിരെയായിരുന്നു രേണുസുതിയുടെ ഈ വീഡിയോ പുറത്തിറങ്ങിയിരുന്നത്. KHDC ഫിറോസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കമന്റിൽ നിങ്ങളെ അനുകൂലിച്ച് സംസാരിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഒരാൾക്ക് ദാനമായി കൊടുത്ത വീട്, ആ വീട്ടിൽ താമസിക്കുന്ന ആൾ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ജീവിക്കണമെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? എന്താണ് രേണുസുതിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ലേ? ഭർത്താവ് മരിച്ച എത്ര ഭാര്യമാരാണ് മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നത്? അതുകൊണ്ട് അതിന് എന്താണ് ഒരു കുഴപ്പമുള്ളത്? ഒന്നാമത് നിങ്ങൾ വീട് നൽകിയിരിക്കുന്നത് സുധിച്ചേട്ടന്റെ മക്കളുടെ പേരിലാണ്. രേണുസുതിക്ക് അതിൽ ഒരു അവകാശവുമില്ല. പിന്നെ രേണുസുതി മറ്റൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ വീട് നൽകണമെന്ന് പറഞ്ഞ നിങ്ങളുടെ മനസ്സ് സമ്മതിച്ചു പോകണം. നിങ്ങൾ ഒരാൾക്ക് ഇഷ്ടദാനം നൽകി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. അവിടെ നിൽക്കുന്നവർ നിങ്ങളെ ഓശാനിച്ച് നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ അവരുടെ ജീവിത കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് നിങ്ങളാണെന്നാണോ നിങ്ങൾ പറയുന്നത്? രേണു മറ്റൊരു വിവാഹം കഴിക്കുവാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഇനി വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വീട് അങ്ങ് തിരിച്ചു നൽകണമെന്ന് എന്തൊരു മനസ്സാണ് നിങ്ങളുടേത്? നിങ്ങൾ ആ വീട് വെച്ചു കൊടുത്തപ്പോഴും പറഞ്ഞത് സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് എന്നാണ്. പിന്നെ ആ മക്കളുടെ വീട് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? ആദ്യം രേണുവിൻ്റെ വീഡിയോയായിരുന്നു ഞാൻ കാണാനിടയായത്. പിന്നീടായിരുന്നു ഞാൻ ഈ പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞത്. കണ്ടപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ ഒരു കമൻറ്റിന് ശേഷം എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്.